സ്വർണം അവിടെ നിന്ന് നഷ്ടമായിട്ടുണ്ട്. സ്വർണം പോയതിലേക്ക് മാത്രമാണ് ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. അതിനപ്പുറത്ത് അവിടെ നിന്നുള്ള വലിയ മൂല്യമുള്ള ആൻറ്റിക് പീസുകളൊക്കെ പോയിട്ടുണ്ട് എന്ന മട്ടിലൊക്കെയുള്ള ചർച്ചകൾ വേറെ സമാന്തരമായി അത് നടക്കുന്നുണ്ട്. അതിലേക്ക് മാത്രമുള്ള അന്വേഷണം, അതിൻ്റെ ചർച്ചകൾ അതൊരു ഭാഗത്ത് അത് നടക്കും. ഇപ്പുറത്തെന്താ നടക്കുന്നത്? ഇതിൻ്റെ അപാരമായ രാഷ്ട്രീയ സാധ്യത തിരിച്ചറിഞ്ഞ് തലങ്ങം വിലങ്ങൻ അടിയാണ്. അത് CPM അടിക്കുന്നുണ്ട്, അപ്പുറത്ത് കോൺഗ്രസ് അതിനെ തിരിച്ച് പ്രതിരോധിക്കുന്നു, അവർ വീണ്ടും അടി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഏറ്റവും ടൈംലി ആയതും ഈ സമയത്ത് ഈ ദിവസം നേടിയത് കെ സുരേന്ദ്രനാണ്. അക്കാര്യത്തിൽ സംശയം. കാരണം ഇന്നിപ്പോൾ CPM പാട്ടിറക്കിയിട്ടുണ്ട്, കുന്നമംഗലത്തെ പാട്ട് വന്നിട്ടുണ്ട്. അതൊന്നും അല്ല ശരിക്കും. അതായത് ഏത് സമയത്ത് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ള മട്ടിലുള്ള ഒരു പാട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കെ സുരേന്ദ്രൻ്റെ പാട്ടാണ്. കാരണം CPMന് ഇത്, സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ CPMന് ഇത് നേരത്തെ ചെയ്യാമായിരുന്നു. കാരണം അങ്ങനെ ഒരു ബുദ്ധി ഓടിയില്ല. കാരണം ഇങ്ങനെ ഒരു വിഷയം ഈ പാട്ടിനോട് വെറുപ്പായി പോയി. ഈ പാട്ടിനോടങ്ങ് വെറുത്തു. അതിനെ ചെവി കൊടുക്കാതെയൊക്കെ പിന്തിരിഞ്ഞ് നടന്നു, അല്ലെങ്കിൽ ഓടി മാറി. പക്ഷേ സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ തന്നെ ഇതിന് പാരടി ഇറക്കാമായിരുന്നു. പോറ്റിയെ ജയിലിലിട്ടത് പിണറായി സർക്കാരാണ് എന്ന് ധൈര്യമായി പറയാമല്ലോ. അത് തന്നെയാണല്ലോ വാസ്തവം. പക്ഷേ അത് മാത്രമല്ല, പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ ഈ സാധ്യതയിലേക്കൊക്കെ, ഈ ഫോട്ടോകളുടെ സാധ്യതയിലേക്കൊക്കെ വരുന്നത് പിന്നീടാണ്. ആ ഫോട്ടോയൊക്കെ എടുത്ത് പ്രയോഗിക്കാമെന്നുള്ള ചിന്തയിലേക്ക് പോലും പിന്നീടാണ് വരുന്നത്. അതാണ് കാരണം. ഈ ഫോട്ടോ ഒക്കെ നേരത്തെ വന്നതാണ്, പക്ഷേ അതൊന്നും എടുത്ത് പ്രയോഗിച്ച് കണ്ടില്ല. ഇപ്പോൾ എന്താണ് സുരേന്ദ്രൻ പറയുന്നത്? എന്താണ്? വളരെ ക്ലിയർ അല്ലേ? ആ വരികളിലെല്ലാം പെട്ടെന്ന് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ആ വരികളെ ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കെ സുരേന്ദ്രൻ തന്നെ.